കുതിരക്കച്ചവടം നടത്തിയും കുതികാൽ വെട്ടിയും മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. അധികാരത്തിലെത്തി. ഏക്നാഥ് ഷിൻഡെ പക്ഷത്തെ ശിവസേനയിൽ നിന്ന് അടർത്തിമാറ്റി ബി.ജെ.പി. അധികാരത്തിലെത്തി. ഏറ്റവും ഒടുവിൽ എൻ.സി.പിയിൽ നിന്ന് അജിത് പവാറിനെ അടർത്തിമാറ്റി എൻ.സി.പിയെ പിളർന്നു. അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും നൽകി. പക്ഷേ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മഹാരാഷ്ട്ര സർക്കാർ താഴെ വീഴും എന്നത് ഉറപ്പാണ്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ മഹാവികാസ് അഘാടി സഖ്യം, അതായത് ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന, ശരത് പവാർ വിഭാഗം എൻ.സി.പി, കോൺഗ്രസ് എന്നിവർ ചേർന്ന് രൂപീകരിച്ച മഹാവികാസ് അഘാടി സഖ്യം മിന്നുന്ന വിജയം നേടുമെന്ന് ഉറപ്പായി. ബി.ജെ.പി. മഹാരാഷ്ട്രയിൽ തകർന്ന് തരിപ്പണമായി. ബി.ജെ.പി. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ രണ്ടായി പിളർന്നിരിക്കുകയാണ്. മുംബൈയിലെ താനെ മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയും ബി.ജെ.പിയുടെ നേതാവുമായ ഗണേഷ് നായിക് മത്സരിക്കണമെന്ന് ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. പക്ഷേ ഷിൻഡെ വിഭാഗം, മുഖ്യമന്ത്രി ഷിൻഡെയെ അനുകൂലിക്കുന്ന ശിവസേന വിഭാഗം അത് സമ്മതിച്ചില്ല. ഷിൻഡെയുടെ പിടിവാശിക്ക് മുമ്പിൽ ബി.ജെ.പിക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അല്ലെങ്കിൽ വിവരമറിയുമെന്ന് ഷിൻഡെ പറഞ്ഞു. ഷിൻഡെ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ ഗണേഷ് നായിക് ബി.ജെ.പി. വിട്ടിരിക്കുകയാണ്. ഗണേഷ് നായിക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ചു. കൂട്ടരാജിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഗണേഷ് നായിക്ക് ഒരുപാട് അനുയായികളുള്ള വ്യക്തിയാണ് മുംബൈയിൽ. ബി.ജെ.പിയിലെ ഒരുപാട് അനുഭാവികൾ അദ്ദേഹത്തിന്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ അനുയായികളെ പ്രകോപിതരാക്കിയിട്ടുണ്ട്. താനെ മണ്ഡലത്തിൽ പ്രവർത്തിക്കില്ല എന്ന് ഗണേഷ് നായിക്കും അദ്ദേഹത്തിൻ്റെ അനുയായികളും പറഞ്ഞു കഴിഞ്ഞു. അവരുടെ കൂട്ടരാജി ഒഴിവാക്കാൻ ദേവേന്ദ്ര ഫട്നാവിസിന്, മഹാരാഷ്ട്രയിലെ ബി.ജെ.പിയുടെ എല്ലാമായ ദേവേന്ദ്ര ഫട്നാവിസിന് കഴിഞ്ഞതുമില്ല. ചുരുക്കത്തിൽ അവിടെ ബി.ജെ.പി. സ്വാഹയായി മാറി. മഹാരാഷ്ട്രയിൽ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നതുപോലെയാണ് ഇപ്പോൾ ബി.ജെ.പി. സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഷിൻഡെ വിഭാഗവും അജിത് പവാർ വിഭാഗവും പ്രചരണത്തിന് ഇറങ്ങുന്നില്ല. മാത്രമല്ല, ബി.ജെ.പി. പ്രവർത്തകർ ഷിൻഡെ വിഭാഗത്തിന് വേണ്ടിയും എൻ.സി.പി. വിഭാഗത്തിന് വേണ്ടിയും പ്രചരണത്തിന് ഇറങ്ങുന്നില്ല. ഗണേഷ് നായിക് ബി.ജെ.പിയിൽ നിന്ന് മാറി നിൽക്കുന്നത് ബി.ജെ.പിയെ പിളർപ്പിൻ്റെ വക്കിൽ എത്തിച്ചിരിക്കുന്നു. ലോക്സഭാ ഇലക്ഷനിൽ മഹാരാഷ്ട്രയിൽ കനത്ത പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ അത് വല്ലാത്ത ഒരു തിരിച്ചടിയായി മാറും ബി.ജെ.പിക്ക്. മാത്രമല്ല, മഹാരാഷ്ട്ര സർക്കാർ തന്നെ താഴെ വീഴും. മഹാരാഷ്ട്ര സർക്കാർ ഇപ്പോൾ ഒരു തുലാസിലാണ്. ഏത് നിമിഷവും താഴെ വീഴുന്ന മട്ട്. അതിനിടയിൽ ഷിൻഡെ ഗുരുതരമായ ആരോപണവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞു. തൻ്റെ വിഭാഗത്തിൽപ്പെട്ട ശിവസേന നേതാക്കളെ ബി.ജെ.പിയിലേക്ക് ചേർക്കാൻ അല്ലെങ്കിൽ ബി.ജെ.പിയിലേക്ക് കൊണ്ടുപോകാൻ ദേവേന്ദ്ര ഫട്നാവിസ് ശ്രമിക്കുന്നു എന്നാണ് ഷിൻഡെയുടെ ആരോപണം. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ബി.ജെ.പി. സർക്കാരിനുള്ള അല്ലെങ്കിൽ ബി.ജെ.പിക്കുള്ള പിന്തുണ അവസാനിക്കുകയും സഖ്യം വിടുകയും ചെയ്യുമെന്ന് ഷിൻഡെ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഷിൻഡെ അങ്ങനെയാണ്. ഷിൻഡെക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. ഒരുമാതിരി കൂടെയുള്ള എം.എൽ.എമാരെ കൊണ്ടുപോവുകയാണ് ഷിൻഡെ, എം.എൽ.എമാരെയും മന്ത്രിമാരെയൊക്കെ. അവരെ ബി.ജെ.പി. അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ ഷിൻഡെ ഒന്നുമല്ലാതായി മാറും. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചാണ് നീങ്ങുന്നത്. അദ്ദേഹത്തിന് ഒരു കോംപ്രമൈസും ഇക്കാര്യത്തിലില്ല. ബി.ജെ.പി. പ്രവർത്തകരാകട്ടെ, ബി.ജെ.പിയിലെ ഗണേഷ് നായിക് അടക്കമുള്ള നേതാക്കളാകട്ടെ, ഷിൻഡെയ്ക്ക് മുമ്പിലും അജിത് പവാറിന് മുമ്പിലും ബി.ജെ.പി. താണു കൊടുക്കുന്നതിൽ അസ്വസ്ഥരാണ്. അതുകൊണ്ടാണ് അവർ കൂട്ടരാജി വെച്ച് ഇറങ്ങിപ്പോയത്. ഗണേഷ് നായിക്കിന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ 1000-ഓളം പ്രവർത്തകരാണ് ബി.ജെ.പിയിൽ നിന്ന് വിട്ടുപോയത്. ബി.ജെ.പി. അവിടെ പിളർന്നു കഴിഞ്ഞു. ഗണേഷ് നായിക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു വിമത സഖ്യം, ഒരു വിമതരുടെ മുന്നേറ്റം ഇനി മഹാരാഷ്ട്രയിൽ ഏത് നിമിഷവും സംഭവിക്കാം. ഇതാണ് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ സാഹചര്യം. എന്തായാലും ബി.ജെ.പിക്ക് കണക്കിന് കിട്ടിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ കുതികാൽ വെട്ടിയും കുതിരക്കച്ചവടം നടത്തിയും അധികാരം പിടിച്ചെടുത്താൽ ഒരു കാലത്ത് ജനങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. ഒരു കാലത്ത് ജനത്തോട് മറുപടി പറയും. ആ സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ബി.ജെ.പി. അനുഭവിക്കുന്നത്.